കണ്ണൂർ കോക്ടെയിൽ നല്ല ഫേമസാണ്. കണ്ണൂരിൽ വന്നാൽ കോക്ടെയിൽ കുടിക്കാണ്ട് പോകുന്ന ആൾക്കാർ ചുരുക്കമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ കോക്ടെയിൽ സ്റ്റൈലിലുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 3 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ലാർജ് ക്യാരറ്റ്സ് ആണ്. അതിനെ നമുക്കൊന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ടെടുക്കാം. നമ്മൾ ഈ ക്യാരറ്റ് കുക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ കുക്കറിലിട്ടിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതല്ലാണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇനി ഞാനൊരു 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. വലിയ ഡേറ്റ്സ് ആണ് കേട്ടോ. മെജ്ദൂൾ ഡേറ്റ്സ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ്സ് എടുക്കാം. പിന്നെ ഒരു ഹാൻഡ് ഫുള്ള് കാഷ്യൂ നട്ട്സ്. അതിന് ഇത്ര അളവൊന്നുമില്ല, ഒരു കൈ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഞാനൊരു 3 വിസിലിന് പ്രഷർ കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അഗർ അഗർ ഒന്ന് സോക്ക് ചെയ്യണം. ഈ അഗർ അഗർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല. നമ്മൾ ചൈന ഗ്രാസ് എന്ന് പറയുന്ന സാധനമാണ്. ആക്ച്വലി ഇതിന് അഗർ അഗർ എന്നാട്ടോ പറയുക. പക്ഷേ ഇന്ത്യയിൽ ചൈന ഗ്രാസ് എന്നാണ് കൂടുതലും ആൾക്കാർ ഇതിനെ വിളിച്ച് ശീലിച്ചിട്ടുള്ളതും അങ്ങനെയാണ് അറിയപ്പെടുന്നതും. അപ്പം ഞാൻ ഇത്രയും കാലം സ്ട്രിപ്സായി യൂസ് ചെയ്ത് ഇപ്പം മെറോണിൻ്റെ അഗർ അഗർ പൗഡർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. ഇത് 100% വീഗൻ പ്രൊഡക്റ്റാണ്. ജലാറ്റിൻ്റെ ഒരു വെജിറ്റേറിയൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ദുബായ് അൽക്കിസൈസിലുള്ള ലുലു എന്നാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. അവരുടെ അഗർ അഗർ പൗഡർ ഇതിൽ 5 സാഷെ വരുന്നുണ്ട് 10 ഗ്രാമിൻ്റെ. ആക്ച്വലി നമുക്കൊരു 1 ലിറ്ററിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ 5 ഗ്രാമേ ആവശ്യമുള്ളൂ അഗർ അഗർ പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ. അവരുടെ തന്നെ വേറെയും കുറേ പ്രൊഡക്ട്സ് ഇവിടെ കാണാൻ പറ്റി. ഐസ്ക്രീം സ്റ്റെബിലൈസറും സ്പ്രെഡബിൾ അഗർ അഗറും അതുപോലെ വെജിറ്റേറിയൻ ജെല്ലി പൗഡറും അതുപോലെ നമ്മുടെ അഗർ അഗർ പൗഡറും. കേക്ക് ഐറ്റംസ് വിൽക്കുന്ന ആ ഒരു സെക്ഷനിൽ അവിടെ നട്ട് എനിക്കിതൊക്കെ കിട്ടിയത്. 11 ദിറംസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലുലു പോകാം. ബഹ്റൈനിലും അതുപോലെ അബുദാബി, ദുബായ്, പിന്നെ മസ്കറ്റ് ഇവിടെയുള്ള ലുലു ഔട്ട്ലെറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് 0 പ്രിസർവേറ്റീവ്സ് ആണ്, സർട്ടിഫൈഡ് വേഗൻ ആണ്. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു 5 ഗ്രാം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു 1/4 കപ്പോളം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ, അത് നനഞ്ഞ് കിട്ടാൻ മാത്രമുള്ള വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതൊന്ന് നന്നായിട്ട് സോക്കായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചില്ലേ, നമ്മുടെ ക്യാരറ്റൊക്കെ പുഴുങ്ങി വെച്ചില്ലേ, അത് നന്നായിട്ട് കൂളായാലൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഞാൻ 1/2 ലിറ്റർ പാല് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ സോക്ക് ചെയ്ത അഗർ അഗർ പൗഡർ ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ സാധാരണ ചൈന ഗ്രാസ് വെച്ചിട്ട് ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇത് ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞ് നമുക്കിത് ഫ്ലെയിം ഓഫാക്കി വാങ്ങി വെച്ചിട്ട് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. എത്രയാണോ നിങ്ങളുടെ മധുരം അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനൊരു 3/4 ടിന്നോളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങിയ ക്യാരറ്റൊക്കെ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ മധുരം നോക്കിയിട്ട് കുറവ് പോലെ തോന്നിയുകൊണ്ട് കുറച്ചുകൂടി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ഞാനിതിപ്പം ഒരു ടിന്ന് ഫുള്ളായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി കോക്ടെയിൽ പുഡിംഗ് ആണല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് അനാർ, ഒരു ഹാൻഡ് ഫുൾ അനാർ, അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്. ഇതിന് ഇത്ര അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓവറായിട്ട് ഇടാൻ പാടില്ല കേട്ടോ, അപ്പോൾ വല്ലാണ്ടൊരു കടി വരും പുഡിങ്ങിന്. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് റൂം ടെമ്പറേച്ചർ ആയാലും നമ്മുടെ പുഡിംഗ് ഡിഷിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോക്ടെയിൽ പുഡിംഗ്. ഇതാണ്. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈദിന് നല്ലൊരു ഡെസേർട്ടാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. താങ്ക്